ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്പൂൺ വിത്ത് നോൺ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ഓവർ കുബൂസ് വെച്ചിട്ട് 3 ഐറ്റംസാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം നമ്മൾ ഒരു സ്വീറ്റ് ക്രാക്കേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ കയ്യിലുള്ള കുബൂസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതെല്ലാത്തിനും വേണ്ടിയിട്ട് 3 ഐറ്റമിന് വേണ്ടിയിട്ടും സെയിം ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 1 ഇഞ്ച് സ്ക്വയർ ഷേപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാ കുബൂസും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 3 ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് 4 കുബൂസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാന് ചൂടായതിന് ശേഷം ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഇപ്പോൾ പ്ലെയിനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതിലേക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് പ്ലെയിനായിട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഡാർക്കായിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്നായിക്കഴിഞ്ഞാൽ നമുക്കത് കോരി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊരു സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1:1 റേഷ്യോയിൽ, അതായത് നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തതെങ്കിൽ 2 ടേബിൾ സ്പൂൺ വാട്ടറും കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊണ്ടുവരാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 2 or 3 ഡ്രോപ്സ് നമ്മൾ ലൈം ജ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാക്ക് സിസെയിം അല്ലെങ്കിൽ ബ്ലാക്ക് സിസെയിം എന്ന് പറയുമ്പോൾ കറുത്ത എള്ളാണ്. അതല്ലെങ്കിൽ ബ്ലാക്ക് ക്യുമിൻ ഉണ്ടാവുമല്ലോ, കരിഞ്ചീരകം എന്ന് പറയുന്നത്, അതിലേതെങ്കിലും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു ഓൾമോസ്റ്റ് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മൾ തൊട്ട് നോക്കണ്ട, അത് നല്ല ചൂടുണ്ടാവും. എന്നിട്ട് നമുക്കത് ഇതിൻ്റെ മേലെ, അതായത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കുബൂസിൻ്റെ മേലെ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രാക്കേഴ്സാണ്. ഞാനതിൻ്റെ ജസ്റ്റ് ഒന്ന് സൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓഡിയോ ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഐറ്റം കുബൂസ് ചന ചാട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് വെച്ച കടലക്കറിയിൽ നിന്ന് ഒരു 1/4 കപ്പ് കടല മാത്രമായിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട്, അധികം വെള്ളമില്ലാതെ. അതില്ലെങ്കിൽ കടല വെറുതെ ഉപ്പും മുളകും മഞ്ഞൾ മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളിയുടെ പകുതി, തക്കാളിയുടെ പകുതി, 2 പച്ചമുളക്, കുറച്ച് ചെറുനാരങ്ങ നീര്, ഇത്രയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ചാട്ട് മസാല, ഞാൻ ഷാൻ്റെ ചാട്ട് മസാലയാണ് പ്രിഫർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്യാം. ചാട്ട് മസാല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച കടലക്കറിയിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ഉള്ളിയുടെ പകുതി, പിന്നെ ഒരു തക്കാളിയുടെ പകുതി, അതേപോലെ പച്ചമുളക് 2 ഇട്ടിട്ടുണ്ട്. എരിവ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എരിവ് കുറക്കാം. പിന്നെ ചെറുനാരങ്ങ നീര്, കുറച്ച് ഡ്രോപ്സ് ചെറുനാരങ്ങ നീരും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അതേപോലെ തന്നെ ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കണം. ചാട്ട് മസാലേൻ്റെ ഓൾമോസ്റ്റ് ഒരു 1/2 ടീസ്പൂണൊക്കെ. ഇത് ഒരു ആൾക്കുള്ള സെർവിങ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു 1/4 കപ്പ് കടല എടുത്തുകൊണ്ടുള്ളത് ഒരാൾക്കുള്ള സെർവിങ് ആണ്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത കുബൂസും അത് സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം ഇട്ട് കൊടുക്കുക. കുബൂസും അതേപോലെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം.
നോമ്പിനൊക്കെ ഇത് നല്ല ഹെൽത്തിയാണ്, അതേപോലെ തന്നെ നല്ല ഫില്ലിങ്ങുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഹസ്ബൻഡിനൊക്കെ 30 ദിവസം ഇത് കിട്ടിയ സന്തോഷമാണ്. ഇനി നമ്മുടെ തേർഡ് ഐറ്റം കുബൂസിൻ്റെ ചിപ്സാണ്. അപ്പോൾ നമുക്ക് ഈ ചിപ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള ചിപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുബൂസിലേക്ക് ഉപ്പ്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, അത് ഒരു 5-6 നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചതച്ചിട്ടിട്ട് കൊടുക്കുക. ചതച്ചിട്ടിട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ക്രഷ് ചെയ്യുക. നമ്മൾ അധികം അതിൻ്റെ തോല് കളയേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ചുവന്ന മുളക് ഉണ്ടാവില്ല, അതും 1-2 അത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ഓയിൽ ചൂടായിട്ട് അതിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. ഞാനിത് ഫസ്റ്റ് ടൈം തിന്നുന്നത് ആക്ച്വലി നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട്, കൊളീഗ്സൊക്കെ കൂടിയിട്ട് ഒരു പിക്നിക്ക് പോയ സമയത്ത് ഒരു ടീച്ചർ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ആർക്കും ഇതെന്താണ് ഐറ്റം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും എന്താണെന്ന് ചോദിച്ച് ലാസ്റ്റാണ് ഇത് കുബൂസാണ് എന്നുള്ളത് ആ ടീച്ചർ പറയുന്നത്. അപ്പോൾ മുതൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മൾ കുബൂസ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. ആദ്യം നമ്മൾ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചാട്ട് ഒഴിച്ച് ബാക്കി 2 ഐറ്റവും സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐറ്റംസ് പോലെ തന്നെ നമുക്ക് അങ്ങനെ വെച്ചിട്ട് തിന്നാൽ ഇതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും പോകുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നും കൂടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.